തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, 10ാം ക്ലാസ്സിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് മേടിച്ച് തോൽക്കുന്ന വ്യക്തി അവൻ്റെ ചീത്തക്കൂട്ടുകളെക്കുറിച്ചും ചീത്തശീലങ്ങളെക്കുറിച്ചും പലപ്പോഴും പലരിൽ നിന്നും കേൾക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ക്ലാസ് ടീച്ചർക്ക് അവനൊരു വലിയ പ്രതീക്ഷയായിരുന്നു. വ്യക്തിപരമായി അവൻ്റെ കൂടെ 3-4 പ്രാവശ്യം ഇരുന്നപ്പോഴും അവൻ്റെ ചീത്തക്കൂട്ടുകെട്ടുകളെക്കുറിച്ചും അവൻ്റെ ചീത്തശീലങ്ങളെക്കുറിച്ചും വീണ്ടും വീണ്ടും കേട്ടപ്പോഴും എന്നിട്ടും എന്തോ പ്രതീക്ഷ നൽകുന്ന ഒന്ന്. വിദൂരത്തുള്ള അവൻ്റെ ഭവനം സന്ദർശിച്ച് അവനെക്കുറിച്ച് ഒത്തിരിയേറെ ആകുലപ്പെട്ടിരുന്ന മാതാപിതാക്കളെ സന്ദർശിച്ച് അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴും എന്തോ എൻ്റെ മനസ്സിലൊന്ന് ഉറപ്പായിരുന്നു, ദൈവത്തിനൊരു വഴിയുണ്ട്. ടീച്ചേഴ്സിൻ്റെ ഒക്കെ അഭിപ്രായം ലാൽ ഒരു കാരണവശാലും 10ാം ക്ലാസ്സിൽ എക്സാം എഴുതരുത്, സ്കൂളിന് ഒരു ചീത്തപ്പേര് ഉണ്ടാക്കരുത് എന്നതായിരുന്നു. പക്ഷെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ലാൽ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതി. ആ പ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ 90% കൂടുതൽ മാർക്ക് വാങ്ങിച്ച അനേകം കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവയൊന്നുമല്ല എന്നെ സന്തോഷിപ്പിച്ചത്. ലാൽ എന്ന ഈ ചെറുപ്പക്കാരൻ 2nd ക്ലാസ്സോടുകൂടി പാസ്സായി എന്നറിഞ്ഞപ്പോഴാണ്. എൻ്റെ മനസ്സിലൊന്ന് ഉറപ്പുണ്ടായിരുന്നു, ക്ലാസ്സിലെ ടോപ്പേഴ്സ് ആ 90% മാർക്ക് മേടിക്കുന്നതിന് എൻ്റെ ഒരു സാന്നിധ്യം ആവശ്യമുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും അവർക്കതിന് സാധിക്കുമായിരുന്നു. പക്ഷേ ലാൽ ജയിച്ചെങ്കിൽ ജയിക്കുന്നതിന് എൻ്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നു. ലാലിൻ്റെ കൂടെയുള്ള ഈ ഒരു യാത്രയിൽ നിരുത്സാഹപ്പെടുത്തുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങളും അനുഭവങ്ങളും ഉണ്ടായിരുന്നെങ്കിലും എന്നെ ശക്തിപ്പെടുത്തിയ ഊർജം നൽകിയ ഒരു വചനമുണ്ടായിരുന്നു. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. എൻ്റെ ജീവിതം, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമാകട്ടെ, പ്രതീക്ഷ നൽകുന്നതാകട്ടെ. മലമുകളിൽ പണിത ഭവനം പോലെയും മേശയിൽ സ്ഥാപിച്ച പ്രകാശം പോലെയും ക്രിസ്തുവിൻ്റെ പ്രകാശം, പ്രതീക്ഷ അനേകർക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ ഉണ്ടാകട്ടെ. നന്ദി.